പ്രൈസ് ദ ലോർഡ്. ബൈബിളിലെ 5-ാം പുസ്തകമാണ് ആവർത്തന പുസ്തകം. അധ്യായങ്ങൾ 34, വാക്യങ്ങൾ 958, ചോദ്യങ്ങൾ 33, ചരിത്രപരമായ വാക്യങ്ങൾ 690, പ്രവചനപരമായ വാക്യങ്ങൾ 268, ദൈവത്തിൽ നിന്നുള്ള പ്രത്യേക ദൂതുകൾ 33, ആജ്ഞകൾ 519, വാഗ്ദാനങ്ങൾ 47, മുന്നറിയിപ്പുകൾ 497. ഇസ്രായേലി ചരിത്രത്തിലേക്കുള്ള ഒരു തിരിഞ്ഞുനോട്ടത്തോടെയാണ് ആവർത്തന പുസ്തകം ആരംഭിക്കുന്നത്. ഏകദേശം 120 വയസ്സ് പ്രായമുള്ള മോശ തൻ്റെ മരണത്തിന് ഏതാനും നാൾ മുമ്പാണ് ഈ സന്ദേശം നൽകുന്നത്. ആകയാൽ മോശയുടെ ഒരു വിടവാങ്ങൽ സന്ദേശമായി ഇതിനെ പരിഗണിക്കാം. 40 വർഷത്തെ മരുഭൂവാസത്തിന് ശേഷം വാഗ്ദത്ത ദേശം കൈവശമാക്കുവാൻ തുടങ്ങുന്ന 2-ാം തലമുറയിലെ ഇസ്രായേൽ ജനത്തോടാണ് മോശ ഇപ്പോൾ സംസാരിക്കുന്നത്. ലേവ്യ പുസ്തകത്തിലെ പോലെ ഇതിലും നിയമസംഹിതയുടെ ഒരു നീണ്ട പട്ടിക കാണുവാൻ കഴിയും. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. ലേവ്യ പുസ്തകത്തിൽ മുഖ്യമായി പുരോഹിത കുടുംബത്തോടാണ് സംസാരിക്കുന്നതെങ്കിൽ ഇവിടെ മോശ സംസാരിക്കുന്നത് സാമാന്യ ജനത്തോടാണ്. തങ്ങളുടെ പിതാക്കന്മാരുടെ ദുഃഖപര്യവസ്ഥയായ ചരിത്രത്തിൽ നിന്ന് പാഠം പഠിക്കുവാനും അനുസരണത്തിൻ്റെ ആവശ്യകത മനസ്സിലാക്കുവാനും മോശ പുതിയ തലമുറയെ ആഹ്വാനം ചെയ്യുന്നു. ന്യായപ്രമാണത്തിൻ്റെ വിരസത നാം ഇതിൽ കാണുന്നില്ല. പ്രത്യുത ദൈവവചനത്തിൻ്റെ മാധുര്യമാണ് ഈ ഗ്രന്ഥത്തിൻ്റെ സവിശേഷത. അനുസരണം മൂലമുള്ള അനുഗ്രഹവും അനുസരണക്കേടിനാലുള്ള ശാപവും മോശ അവരെ ഓർപ്പിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ പ്രാധാന്യം. മോശ ഈ പുസ്തകത്തിൽ നൽകിയിരിക്കുന്നത് ന്യായപ്രമാണത്തിൻ്റെ ഒരു പുനരാവിഷ്കരണമാണ്. ആകയാൽ ആവർത്തന പുസ്തകം എന്ന് ഈ ഗ്രന്ഥത്തിന് നാമകരണം ചെയ്തത് അന്വർത്ഥമാണ്. പഴയ നിയമം എബ്രായിൽ നിന്നും ഗ്രീക്കിലേക്ക് വിവർത്തനം ചെയ്ത സെപ്റ്റുവജിന്റ് ഭാഷാന്തരക്കാരാണ് ഈ പുസ്തകത്തിന് പ്രസ്തുത പേര് നൽകിയത്. എബ്രായ ഭാഷയിൽ ഈ ഗ്രന്ഥത്തിൻ്റെ പേര് ഡബാരീം എന്നാണ്. വചനങ്ങൾ എന്നാണ് പ്രസ്തുത പദത്തിൻ്റെ വാച്യാർത്ഥം. മോശ എല്ലാ ഇസ്രായേലിനോടും പറഞ്ഞ വചനങ്ങൾ എന്നാണല്ലോ ആവർത്തനം 1-1 കാണുന്നത്. കർത്താവായ യേശു ഈ പുസ്തകത്തിൽ നിന്ന് പലപ്പോഴും ഉദ്ധരിക്കുന്നുണ്ട്. യേശുവിനെ സാത്താൻ പരീക്ഷിച്ചപ്പോൾ ഈ പുസ്തകത്തിൽ നിന്നും ഉദ്ധരിച്ചാണ് സാത്താനെ പരാജയപ്പെടുത്തിയത്. ന്യായപ്രമാണത്തിലെ ഏറ്റവും വലിയ കൽപ്പന ഏത് എന്ന് ചോദിച്ചപ്പോൾ യേശു ഈ പുസ്തകത്തിൽ നിന്ന് തന്നെയാണ് ഉദ്ധരിച്ചത്. ന്യായപ്രമാണത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് മോശ നൽകുന്ന 4 പ്രഭാഷണങ്ങളാണ് ആവർത്തന പുസ്തകത്തിന്റെ പ്രധാന ഉള്ളടക്കം. 1-ാമത്തെ പ്രഭാഷണത്തിൽ ദൈവം തന്റെ ജനത്തിനു വേണ്ടി ചെയ്ത കാര്യങ്ങളും, 2-ാമത്തേതിൽ ദൈവം അവരിൽ നിന്നും പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളും, 3-ാമത്തേതിൽ ഭാവിയിൽ ദൈവം അവർക്ക് ചെയ്യുവാനിരിക്കുന്ന കാര്യങ്ങളും വിവരിച്ചിരിക്കുന്നു. ഒടുവിലായി പാലസ്തീൻ ഉടമ്പടിയെ പുരസ്കരിച്ചുള്ള ഒരു പ്രഭാഷണവും കാണാം. ഇപ്രകാരം മോശ ദൈവിക ന്യായപ്രമാണത്തെ പുനരവലോകനം ചെയ്യുകയും വിശദീകരിക്കുകയും സ്ഥിരീകരിക്കുകയും ചെയ്യുന്നു. ദൈവത്തിനു വേണ്ടിയുള്ള സമ്പൂർണ്ണ സമർപ്പണം ധാർമ്മിക സംഹിതയേക്കാൾ ശ്രേഷ്ഠമാണ്. സർവ്വ സൃഷ്ടികളോടുമുള്ള മാനുഷികമായ കരുതൽ ഇതിലെ പ്രതിപാദ്യ വിഷയമാണ്. ഏകദൈവം, ഏകജനത, ഏക കർത്താവ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേലിൻ്റെ ദേശീയ ഐക്യവും യെരുശലേം ആരാധന കേന്ദ്രമാകുന്നതിൻ്റെ പ്രാധാന്യവും പുസ്തകത്തിലെ പ്രധാന പ്രതിപാദ്യമാണ്. ഈ പുസ്തകത്തിലെ ലക്ഷ്യം ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം ചെയ്ത വൻ കാര്യങ്ങൾ അവരെ അനുസ്മരിപ്പിക്കുകയും അവരുടെ ജീവിത പുനഃപ്രതിഷ്ഠയ്ക്കായി പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഈ പുസ്തകത്തിന്റെ ലക്ഷ്യം. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരൻ മോശയാണ്. ഏകദേശം 40 വേദഭാഗങ്ങൾ ആവർത്തന പുസ്തകത്തിൽ തന്നെയുണ്ട്. പഴയ നിയമത്തിലെ മറ്റനേകം പുസ്തകങ്ങളിലും അതിനുള്ള തെളിവുകളുണ്ട്. പുതിയ നിയമത്തിൽ ഏകദേശം 80 പ്രാവശ്യം ഈ പുസ്തകത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട്. മോശയാണ് എഴുത്തുകാരനെന്ന് ഇവയെല്ലാം തെളിയിക്കുന്നു. ഈ പുസ്തകം എഴുതിയ കാലം BC 1450-നും 1410-നും മധ്യേ. ഈ പുസ്തകം എഴുതിയ സ്ഥലം മോവാബ് മരുഭൂമിയിൽ വച്ച്. കാലപരിധി. ഈ പുസ്തകത്തിൽ വിവരിക്കുന്ന സംഭവങ്ങളുടെ കാലദൈർഘ്യം കേവലം 1 മാസം മാത്രമാണ്. മോശയുടെ മരണശേഷം ജനം 1 മാസം വിലപിച്ചതായി കാണുന്നു. അതുകൂടി ഉൾപ്പെടുത്തിയാൽ മൊത്തം 2 മാസം മാത്രം. ആമേൻ.